2024 എന്ന വർഷം എല്ലാം കൊണ്ടും സിനിമ ഇൻഡസ്ട്രിയെ മികച്ചതാക്കിയ വർഷമായിരുന്നു. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ പുതിയതും പഴയതുമായ നിരവധി പാട്ടുകളാണ് ശ്രദ്ധേയമായത്. ഡാൻസ് നമ്പറിനാണ് ആരാധകർ കൂടുതലെന്ന് പറയേണ്ടി വരും. ഈ വർഷത്തെ ഏതൊക്കെ പാട്ടുകളാണ് ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞു നിന്നതെന്ന് നോക്കാം. രജനീകാന്ത് നായകനായ വേട്ടയൻ എന്ന സിനിമയിലെ മനസ്സിലായോ എന്ന ഗാനം ട്രെൻഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. അനിരുദ്ധ് രവിചന്ദ്ര ആയിരുന്നു ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. മലയാളവും തമിഴും ഇടകലർത്തിയ വരികളായിരുന്നു ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മലയാളത്തിന് സ്വന്തം മഞ്ജു വാര്യരും പാട്ടിന് ചുവട് വെച്ചിരുന്നു. സാരിയും കൂളിംഗ് ഗ്ലാസും വെച്ച മഞ്ജുവിന്റെ അതേ സ്റ്റൈലാണ് ആരാധകരും അനുകരിച്ചത്. ആഘോഷവേളകളിലൊക്കെ തന്നെ ഈ വർഷം നിറഞ്ഞു നിന്ന പാട്ടാണ് ഇല്ലുമിനാറ്റി എന്നത്. ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന സിനിമയിലെ ഗാനമായിരുന്നു ഇത്. പ്രേക്ഷകർക്കിടയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ പാട്ടിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഗാനത്തിന് ചുവട് വെച്ച് കൊച്ചുകുട്ടികൾ പോലും റീൽ ചെയ്തിരുന്നു. ഓതളഞ്ഞ തുരുത്ത് എന്ന വെബ് സീരീസിലെ വണ്ടിന് തേടും എന്ന പാട്ടും പ്രേക്ഷക മനസ്സിൽ കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല. രജത് പ്രകാശ് ആയിരുന്നു ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ. രസികൻ എന്ന സിനിമയിലെ എല്ലാ പാട്ടും ഓരോ മലയാളികൾക്കും ഇഷ്ടമാണ്. എങ്കിലും എടുത്തു പറയേണ്ടത് ഹരഹര ശങ്കര എന്ന പാട്ടാണ്. എന്നാൽ ഈ ഗാനത്തിന്റെ ഭാഗമായ ഒന്നാം കുന്നിൽ ഓടിയെത്തും ഈ വരികളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിന്നത്. പല സെലിബ്രിറ്റികൾ പോലും ഏറ്റുപിടിച്ച റീലായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ അല്ലു അർജുന്റെ പുഷ്പ 2ലെ പീലിംഗ് സോങ് ആണ് മുൻപന്തിയിൽ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണ് ഈ പാട്ടിന് ചുവട് വെക്കുന്നത്. രശ്മിക മന്ദാന ആയിരുന്നു പാട്ടിൽ അല്ലു അർജുന്റെ കൂടെ ഡാൻസ് ചെയ്തത്. പാട്ടിൽ മലയാളം വരികൾ ഉള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്ക് കുറിച്ച് കൂടുതൽ പ്രിയങ്കരമായിരുന്നു ഈ പാട്ട്. അങ്ങനെ ഓരോ കാലത്തും എന്തെങ്കിലും പുതിയ ചിത്രത്തിലെ പാട്ടോ ഡാൻസോ ഡയലോഗോ ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട്. ഇങ്ങനെയുള്ള റീലിനൊക്കെ ആരാധകരും ഏറെയാണ്. ചിലർ അവരുടേതായ രീതിയിൽ റീൽ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർ ആ പാട്ടിലെ വേഷവും ഒക്കെ ഇട്ട് തന്നെ ചെയ്യുന്നവരുമുണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് പുതിയ ട്രെൻഡുകൾ ഇഷ്ടമാണ്. കാലം മാറുന്നതിനൊപ്പം ട്രെൻഡും മാറും. ഇതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഓരോ പാട്ടുകളെ അവർ ഏറ്റെടുത്തിരുന്നു. അതൊക്കെ വൈറലുമായിരുന്നു. ഡാൻസ് ചെയ്യാൻ മിക്ക പ്രേക്ഷകർക്കും ഇഷ്ടമാണ്. പൊതുവേദികളിലും ആഘോഷങ്ങളിലും അതിനുള്ള അവസരങ്ങൾ പാഴാക്കാറില്ല എന്നതാണ് സത്യം. ഓരോ സന്ദർഭം അനുസരിച്ച് ഓരോ കാലത്തും ഓരോ തകർപ്പൻ പാട്ടുകൾ ഉണ്ടാകുമെന്നതാണ് അതിശയകരമായ മറ്റൊരു കാര്യം. എല്ലാ പാട്ടിനും വ്യത്യസ്ത സ്റ്റെപ്പും വ്യത്യസ്ത ഡ്രസ്സിംഗ് സ്റ്റൈലും ലൊക്കേഷനും ഒക്കെ കൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനെ ഏറ്റെടുക്കും. പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടം കളർഫുൾ ആയ വിഷ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പാട്ടുകൾക്ക് ഒരു പ്രത്യേക ലൊക്കേഷനുകൾ അവർ തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ പാട്ടുകൾ നിറഞ്ഞു നിന്നതുപോലെ തന്നെ 2025 തുടങ്ങുമ്പോൾ അടുത്ത അടിപൊളി പാട്ടുകൾ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരുമെന്നതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.